സിനിമ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബേബിയുടെ കഥയിൽ ധന്യ പ്രൊഡക്ഷൻ നിർമ്മിച്ച് ബേബി സംവിധാനം ചെയ്ത് 1978 ഡിസംബർ 8 റിലീസ് ചെയ്ത മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹൊറർ ചിത്രമായ ലിസ എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ചിട്ടാണ്. ഈ പടത്തില് പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് സീമ, വിധുബാല, ഫിലോമിന, പ്രേം നസീർ, ജയൻ, ഭവാനി, ജോസ് പ്രകാശ്, സോമൻ, ജയഭാരതി ഒരു കെമിയോ റോളിൽ വരുന്നുണ്ട്. പിന്നെ കുതിരവട്ടം പപ്പു, കൊതുക് നാണപ്പൻ, രവികുമാർ മുതലായവരാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ലിസ. ഈ ലിസ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് സീനുകൾ നമ്മുടെ പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ സിനിമകളിലും, ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ആ വക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കഥയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പടം തുടങ്ങുന്നത് തന്നെ ഒരു നാട്ടുമ്പുറത്താണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടുകാരികൾ എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടുവരുന്നു. ഒരാളുടെ പേര് ലക്ഷ്മി എന്നാണ്, പി ലക്ഷ്മി എന്നാണ് അതിൽ വിളിക്കുന്നത്. അവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഥാനായിക. ഭവാനി എന്നാണ് അവരുടെ പേര്. അപ്പൊ അങ്ങനെ വരുന്നു, ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട്, സൈക്കിളിൽ വരുന്ന പ്രായമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ ലെറ്റർ വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ലെറ്ററുകൾ, ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നുണ്ട് നമ്മുടെ പി ലക്ഷ്മിക്ക്. അപ്പൊ ആ സമയത്ത് പോസ്റ്റ്മാൻ വീഴുന്നുണ്ട്, സൈക്കിളിൽ നിന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്കൊക്കെ പോയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ലക്ഷ്മി നിൽക്കുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ കാമുകനായിട്ടാണ് അല്ലെങ്കിൽ മുറച്ചെറുക്കനായിട്ടാണ് നമ്മുടെ പ്രേം നസീർ അതില് വേഷമിട്ടിരിക്കുന്നത്. മുരളി എന്നാണ് പ്രേം നസീറിന്റെ പേര്. അപ്പോൾ ലക്ഷ്മി ഈ നാഗത്തിന്റെ അവിടെ നാഗത്തറയുണ്ടല്ലോ, അവിടെ വിളക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അമ്മ പറയുന്നു സൂക്ഷിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ എന്താ അവള് കൊച്ചുകുട്ടിയല്ലോ, ഇവള് ഇന്നും പോകുന്നല്ലേ എന്ന് തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ വിളക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പാമ്പിന് ആ നാഗത്തറയിൽ തന്നെ കാണുകയാണ്. ആ നാഗത്തറയിൽ എപ്പോഴും ഒരു മരങ്ങളൊക്കെ ഉണ്ടാവും. ആ കാവിൽ വെച്ചിട്ട് പാമ്പിനെ കാണും. അപ്പൊ പാമ്പിനെ കണ്ട് പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേം നസീർ അവിടെ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു തമാശയൊക്കെ പറഞ്ഞ് അവര് തിരിച്ചു പോകുന്നു. അങ്ങനെ ലക്ഷ്മി പട്ടണത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. അവിടുത്തെ ഒരു വാർഡൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ പൂന്തോട്ടക്കാരൻ എന്നൊക്കെ പറയുന്ന തരത്തിലാണ് നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ ക്യാരക്ടർ. ഗോപാലൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അവിടെ ഒരു നായയായിട്ടും കുറച്ച് ഇയാൾ ഭയങ്കര വാചാലനാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, എന്തിനെങ്ങനെ നമുക്കൊക്കെ ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഇങ്ങനെ വളുവളാന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവിടെ ഒരു നായയുണ്ട്. അപ്പൊ ആ നായയുടെ അടുത്ത് ഒക്കെ പറയുന്ന കുറെ സീനുണ്ട്. നിന്നെക്കാട്ട് മുന്തിയ ഇനം കുറെ ഇതിനെയൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാർഡൻ വിളിക്കുന്നു, വരൂ നമ്മുടെ ലക്ഷ്മിക്ക് റൂം കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്നു. അപ്പൊ ആയിക്കോട്ടെ, അങ്ങനെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗോപാലൻ റൂം കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്നു. അപ്പൊ ലക്ഷ്മിയുടെ അച്ഛന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അല്ല ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അപ്പൊ എന്ന് പൈസക്ക് വേണ്ടിയിട്ടാണ് പുള്ളി. അപ്പൊ അന്ന് ഒരു 2 രൂപ എടുത്തു. എന്ത് 2 രൂപയോ? അപ്പൊ എന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഒരു കഥ പറയാണ്. എന്നിട്ട് തൊട്ട് മുമ്പത്തെ ഒരു കഥ പറയാണ്. അപ്പൊ മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അച്ഛൻ ഇത്ര 50 രൂപയ്ക്ക് അയച്ചു തന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയുടെ അച്ഛൻ പറയാം, അല്ല അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പിന്നെ എന്തോ കുറച്ച് പൈസ അദ്ദേഹം മേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ലക്ഷ്മി തൻ്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിധുബാലയുടെ ക്യാരക്ടർ, കല എന്നാണ് വിധുബാലയുടെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ പെട്ടെന്ന് പേടിപ്പിക്കുമ്പോൾ ശരിക്കും ലക്ഷ്മി പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. കാരണം നാട്ടുമ്പുറത്തുകാരിയാണ് അവൾ, പെട്ടെന്നൊരു സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പേടിക്കുന്നു. ഞാൻ പിന്നെ ആ ഒരു കലയും ഒരു ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടർ വിധുബാല ചെയ്തിട്ടുണ്ട്. അപ്പോ
അവര് പറയാണ് നമുക്ക് ഇവിടെ എല്ലാവരും പരിചയപ്പെടുത്തി തരാം, എല്ലാ ന്യൂസും നമ്മുടെ ഇവിടെയാണ് ആദ്യം വരിക, ഞാനൊരു പത്രം തന്നെ ഇവിടെ തുടങ്ങിയാലൊന്ന് ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ കുറെ ലേഡീസ് ഉണ്ടല്ലോ, ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പൊ അവരെല്ലാരും കൂടി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് പുതിയ നമ്മുടെ അതിഥിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, ലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അങ്ങനെ അവിടെ വന്നിട്ടിരിക്കുന്നു. അപ്പൊ ഈ നമ്മള് പടത്തിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജോണി എന്ന് പറയുന്നത്, രവികുമാറാണ് ആ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളി ബൈക്കിൽ അവിടെ വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ എല്ലാവരും ആളെ ഒന്ന് നോക്കും, പിന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കും. ആ ഒരു വർത്തമാനത്തിനിടയിൽ വരികയാണ് നമ്മുടെ കോളേജിന്റെ നമ്മുടെ ആ ഒരു ഹോസ്റ്റലിൽ തന്നെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് തീരെ ടൈഫോയിഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആരും നൃത്തം ചെയ്യും എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുടെ ക്യാരക്ടർ, അതായത് കല പറയാണ്, ലിസ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ ഇതൊക്കെ ചെയ്തേനെ, എന്ത് പറയാനാ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചില്ലേ, അവൾ നമ്മളെയൊക്കെ വിട്ടുപോയില്ലേ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ പറയുന്നു. അപ്പൊ അങ്ങനെ ഇത് വാർഡനും അത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെ ബിൽഡിംഗ് പണിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാശ് മേടിച്ചിട്ടുണ്ട്, നമുക്ക് ഈ പരിപാടി ഉപേക്ഷിക്കേണ്ടി വരും എന്നിങ്ങനെയൊക്കെയുള്ളൊരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പിന്നെ നമ്മുടെ ലക്ഷ്മീനെ കാണാനായിട്ട് അന്നത്തെ ദിവസം രാത്രി നമ്മുടെ പ്രേം നസീർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ വാർഡൻ ചോദിക്കുന്നുണ്ട്, ഈ സമയത്തൊന്നും അങ്ങനെ ആരും അനുവദിക്കാറില്ല. അപ്പോൾ പ്രേം നസീർ പറയേണ്ടത് നിവൃത്തിയില്ല, ഞാൻ കുറച്ച് തിരക്കൊക്കെ പെട്ടുപോയി, എനിക്ക് അവളെ ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു, കസിനാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവരവിടെ ഇരുന്നിട്ടുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ സീനിനൊക്കെ ശേഷം ലക്ഷ്മി പിന്നെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലെ ലക്ഷ്മിയുടെ ബോസായിട്ടുള്ളത് നമ്മുടെ സോമനാണ്. സോമൻ ഒരു ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഓഫീസിലത്തെ ഒരു അന്തരീക്ഷം, ആള് ജോലിക്ക് പോകുന്നു വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ കൊതുക് നാണപ്പന്റെ ക്യാരക്ടർ ശങ്കുണ്ണി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശങ്കുണ്ണി അമ്മാവൻ എന്നാണ് എല്ലാവരും അവിടെ വിളിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോൾ ഈ മന്ത്രം, ചരട് പൂജിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ കൊതുക് നാണപ്പൻ, അതായത് ശങ്കുണ്ണിയുടെ ക്യാരക്ടറിന്റെ അടുത്തുനിന്ന് നമ്മുടെ ഗോപാലൻ പറയാണ്, അന്ന് പൂജിച്ച് തന്ന ആ കത്തിയില്ലേ, അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനെന്താ അനക്കെ ഞാൻ ജപിച്ച ചരട് കൊണ്ടുവന്നിട്ട് ഇത് അങ്ങോട്ട് കെട്ടിക്കോളൂ, ഒരു പ്രേതവും ഒരു ഭൂതവും നിന്റെ അടുത്തേക്ക് അടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ ആ ചരടൊക്കെ മേടിച്ച് കെട്ടുന്നു. അപ്പൊ ഈ വാർഡൻ ഇങ്ങനെ പറയണം, ഇങ്ങനെ എന്താ ചെയ്യാന്നറിയില്ല, സുഖമില്ലാണ്ട കിടക്കാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ചരട് അങ്ങോട്ട് ജപിച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട്. അത് കുറച്ച് നർമ്മവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കഴിയുന്നു. പിന്നെ നമ്മുടെ കലയുടെ കാമുകനാണ് ജയൻ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ്. ജയന്റെ ഇൻട്രോ സീൻ ഉണ്ട്. അപ്പൊ ജയൻ വരുമ്പോ കലയുടെ അടുത്ത് ഈ നേരത്തെ പറഞ്ഞ ലേഡീസ് ഉണ്ടല്ലോ, ഒരുപാട് ലേഡീസ് ഉണ്ടല്ലോ, അവര് പറയുന്നുണ്ട്, ഒരു വായ നോക്കിയുണ്ട്, ഒരു ഷാജിയുടെ വായ നോട്ടം സഹിക്കാൻ പറ്റുന്നില്ല, നിന്റെ ആ ചെക്കനോട് പറഞ്ഞിട്ടൊന്ന് അതൊന്ന് അവസാനിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ പോവുകയാണ്. സുരേഷ് എന്നാണ് ജയന്റെ പേര്. ആ സമയത്ത് ഇത് സംസാരിക്കണം, അതായത് കല സുരേഷിന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി മാടുണ്ട്, ലക്ഷ്മിയെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ബീച്ചിൽ വെച്ചിട്ട് ഇവരെല്ലാവരും പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഷാജി അവിടെ ഈ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് കയറി പിടിക്കാൻ വരുന്ന രീതിയിലൊക്കെ ഒരു കച്ചട സ്വഭാവം കാണിക്കുക എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജയൻ അവിടെ വന്നിട്ട്, നീയാണല്ലേടാ അലവലാതി ഷാജി എന്ന് ചോദിക്കുന്നു. ഈ പടത്തിലാണ് കേട്ടോ ആ പേര് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, അലവലാതി ഷാജി എന്നുള്ളത്. കുറെ മിമിക്രിക്കാരൊക്കെ ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ഷാജിയായിട്ട് നല്ലൊരു ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. ജയന്റെ നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജയൻ അവിടുത്തെ പോലീസ് ഓഫീസറാണ്, നമ്മൾ ആദ്യം പറഞ്ഞു, പുള്ളിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പോൾ രാത്രി നമ്മുടെ ഒരു ലിസയുടെ പ്രേതം, അപ്പൊ ലിസയാണെന്നുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെ ലിസയുടെ പ്രേതം അവിടെ ഇങ്ങനെ ഒഴുകി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ഹോസ്റ്റലിന്റെ നേരെ ഫ്രണ്ടിലേക്ക് ഒഴുകി വരുന്നു. നേരെ അവളുടെ റൂമിലേക്ക് ഈ പ്രേതം ഉള്ളിലേക്ക് കയറി പോകണം. അപ്പൊ ഇതിങ്ങനെ പോകുന്നതിന്റെ പുറകിൽ നമ്മുടെ കുതിരോട്ടം പപ്പം ഇങ്ങനെ കാണുന്നുണ്ട്. കുതിരോട്ടം പപ്പം ഇങ്ങനെ പുറകിൽ നിന്ന് പേടിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോ പെട്ടെന്ന് പുറത്ത് നായ ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നായയും കരിമ്പൂച്ചയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റൂമിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ ലക്ഷ്മിയുടെ റൂമിന്റെ ഉള്ളിലേക്ക് ലിസയുടെ പ്രേതം കയറി പോവാണ്. അപ്പൊ ഇങ്ങനെ വളരെ ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മൾ കെട്ടിയ ചരടൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കെട്ടിയ ചരടൊക്കെ ഉണ്ടല്ലോ, ആ ചരടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആരാ എന്ന് ചോദിക്കണ്ട. ആ കുതിരോട്ടം പപ്പു ചോദിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ലിസയുടെ പേര് എഴുതി കാണിക്കണം, അതും ചോര കൊണ്ട്. നമ്മുടെ കഥകിൽ എഴുതി കാണിക്കണേ ലിസ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കാണുമ്പോൾ
കുതിരവട്ടം പപ്പു പേടിച്ചിട്ട് ആകെ വിറങ്ങലിച്ച് അവിടെ ഒരു മിനിറ്റ് ബോധം പോയിട്ട് ഇങ്ങനെ നിൽക്കും. ലക്ഷ്മിയുടെ ക്യാരക്ടറാണ് അവിടെ വരുന്നത്. എന്താ ഗോപാലേട്ടാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുമ്പോ ഹേയ് ഒന്നുമില്ല എന്ന് പറയണു. അപ്പൊ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഈ റൂം തുറക്കണം. ഈ റൂം തുറന്ന് റൂം അടയ്ക്കുമ്പോ തന്നെ ആ റൂമിനകത്താണ് ലിസയുടെ ആത്മാവുള്ളത്. അപ്പൊ ലക്ഷ്മി അവിടെ കയറുമ്പോ തന്നെ ആ ആത്മാവ് ലക്ഷ്മിയുടെ ദേഹത്തിലേക്ക് കയറുകയാണ്. വളരെ നല്ല രസമാണ്. ആകെ ഒരു വിമ്മിഷ്ടവും വെപ്രാളവും ഒക്കെ കാണിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രസമായിരുന്നു. എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ആത്മാവ് ശരിക്കും അങ്ങോട്ട് കയറി പോകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ആത്മാവ് നേരിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കുക അങ്ങനെയല്ല. അത് ആ ആത്മാവ് അവിടേക്ക് കയറുമ്പോൾ, ആ പ്രേതം അല്ലെങ്കിൽ അവരുടെ ദേഹത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ലക്ഷ്മി, നമ്മുടെ ഭവാനി അത് വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സീന്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയുടെ ക്യാരക്ടർ മൊത്തത്തിലൊന്ന് മാറുകയാണ്. അപ്പൊ സാധാരണ ലക്ഷ്മിയാണ് നമ്മുടെ കലയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കല്. അപ്പൊ പക്ഷെ ഇന്ന് ലക്ഷ്മി വളരെ മൂഡ് ഓഫ് ആയിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പൊ കലയാണ് ചായ കൊണ്ടുവന്ന് നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ പറയണത്, നീയാണല്ലോ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് തരാറ്, ഇപ്പൊ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാം. അപ്പൊ പറയുമ്പോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു നമ്മുടെ എന്താ പറയാ സ്വഭാവത്തിലൊക്കെ മൊത്തത്തിലൊരു വ്യത്യാസം അത് കല എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ലക്ഷ്മി ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ പക്ഷെ ഈ ലക്ഷ്മിനെ കാണുമ്പോൾ കുതിരവട്ടം പപ്പുവിന്റെ കുറച്ച് സീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ നല്ല രസമാണ്. അപ്പൊ ഇങ്ങനെ കൊതുകുനാണപ്പന്റെ കാര്യം ശങ്കുണ്ണി ഇങ്ങനെ വരുമ്പോ പറയുന്നുണ്ട്, ആരാ ആള് എന്ന് ചോദിക്കുമ്പോ ദാ വരുന്നു, ദാ പോകണു എന്നൊക്കെ പറഞ്ഞു. എന്നാ പോയിട്ട് പാടനോട് ചെന്ന് പറഞ്ഞു, ഞാനില്ല, എനിക്ക് പോയിട്ട് വേറെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്മിനെ കണ്ടപ്പോ തിരിച്ച് കൊതുകുനാണപ്പം പോകും. കാരണം വെച്ച് കഴിഞ്ഞാല് കൊതുകുനാണപ്പനല്ല, കൊതുകുനാണപ്പന്റെ ക്യാരക്ടർ. അപ്പോ ശങ്കുണ്ണി അപ്പൊ തന്നെ അവിടുന്ന് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളിച്ചാൽ ശരിയാവില്ല എന്നറിയാം, പ്രേതാണേ. അപ്പോ അതിനുശേഷം നമ്മുടെ വാർഡൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്താ ചെയ്യാന്നുള്ള നൃത്തത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് നൃത്തം എന്തായാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പെട്ടെന്ന് ചാടി വരണം. ഇത് കേൾക്കുമ്പോൾ കല ഞെട്ടും. കാരണം അതിന് കുറച്ച് സീനുകൾക്ക് മുമ്പ് തന്നെ എനിക്ക് നൃത്തം ചെയ്യാനൊന്നും അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, ഇതൊക്കെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല എന്നുള്ളതൊക്കെ മറ്റേ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, പടത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് കഥ പറഞ്ഞുകൊണ്ട് പോകുന്നത് മെയിൻ പോയിന്റുകൾ എടുത്ത് പറയാൻ തോന്നുന്നു. അപ്പോ കലങ്ങനെ നീ ചെയ്തത് തന്നെ, നിനക്ക് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോ പെട്ടെന്ന് വാർഡൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം, ശരിയായാലോ എന്നുള്ളൊരു രീതിയിൽ ശരി നോക്കാം. അപ്പോഴാണ് നമ്മുടെ ജോണിയുടെ ക്യാരക്ടർ, നമ്മൾ പറഞ്ഞില്ലേ രവികുമാറിന്റെ ക്യാരക്ടറാണത് ആ നൃത്തമൊക്കെ കമ്പോസ് ചെയ്യുന്നത്. വളരെ അധികം നല്ല ഭംഗിയായിട്ട് തന്നെ ലക്ഷ്മി ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതം. ഈ ജോണിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഇത്, കാരണം മുമ്പ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലിസ മാത്രമാണ് ഇങ്ങനെ കളിച്ചിട്ടുള്ളത്. അപ്പൊ അത് ജോണി എന്നിട്ട് വാർഡനോട് വന്ന് പറയാണ്, വാർഡൻ ഇതാരാണ് ഈ കുട്ടി, ഇതിനു മുമ്പ് ഞാൻ കമ്പോസ് ചെയ്ത നൃത്തം ഒരു റിഹേഴ്സൽ വളരെ പെട്ടെന്ന് പഠിക്കുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് ലക്ഷ്മിയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ അറിയണം. പക്ഷെ ആ ലക്ഷ്മിക്ക് ഇവനെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പ്രണയം തുടങ്ങും. കാരണം ലക്ഷ്മി അല്ലല്ലോ, ലിസയാണല്ലോ അവിടെ. അപ്പൊ അങ്ങനെ പ്രേം നസീറിനെ പിന്നെ കാണിക്കുന്നു. പ്രേം നസീർ ഇവളോട് സംസാരിക്കാൻ വരുന്ന സമയത്തൊക്കെ വളരെ ദേഷ്യത്തിലും വളരെ ധൃതിയിലും ഞാൻ പെട്ടെന്ന് പോട്ടെ എന്നുള്ളൊരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ജോണിയുടെ പുറകിലും ബൈക്കിൽ പോയി കയറി പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ പ്രേം നസീറിന് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവാത്തൊരു ആശയക്കുഴപ്പത്തിൽ കൂടെയാണ് ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അങ്ങനെ ആ നൃത്തങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ഒരു പഴയ വാർഡൻ ഈ വീണ്ടും ഇവിടേക്ക് വരുന്നത്, അവിടെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ പുതിയ വാർഡനെ കാണണം. അപ്പോൾ ലക്ഷ്മിയൊക്കെ നടന്നു വരുമ്പോൾ ലക്ഷ്മിക്ക് അറിയില്ല അല്ലെ, ഇതാണ് ഇവിടുത്തെ പഴയ വാർഡനാണ്. അപ്പോ കലയ്ക്ക് ഞാൻ പിന്നെ പരിചയപ്പെടുത്തണം, നിങ്ങളൊക്കെ ഇവിടുത്തെ പഴയ പുലികളല്ലേ എന്നൊക്കെ പറയുന്നു. അതെ അതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇവളെ കണ്ടതും ലക്ഷ്മിയുടെ മുഖഭാവം മാറുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ വാർഡൻ പറയാണ്, എവിടെയാ വീട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ലക്ഷ്മി സ്ഥലത്തിന്റെ പേര് പറയുന്നു. അതിന്റെ അടുത്ത് തന്നെയാണല്ലോ എന്റെ വീട്, ഒരു ദിവസം അങ്ങോട്ട് വരൂ കേട്ടോ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും വരാം എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി നടന്ന് റൂമിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് ലക്ഷ്മി പോവാണ്. പോയിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ അവിടെ വരുമ്പോ ഫിലോമിനയാണല്ലോ അമ്മയുടെ ക്യാരക്ടർ ഫിലോമിനയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഫിലോമിനയോട് പറയുന്നു, എനിക്ക് എന്തായാലും വളരെ പെട്ടെന്ന് പോകണം, എനിക്ക് പോയിട്ട് വളരെ ധൃതിയുണ്ട്. അപ്പൊ അച്ഛനോട് എന്താ പറയുക, അച്ഛനോട് പറഞ്ഞാൽ മതി, എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു.
ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങും. പഴയ വാർഡന്റെ വീട്ടില് പെട്ടെന്ന് ജോലിക്കാരി എനിക്ക് എമർജൻസി ആയിട്ട് ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അവളെ കുറച്ച് നാളെ തന്നെ വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞേക്കാണ്. ആ സമയം മുതൽ അവള് അവിടുത്തെ പണിക്കാരി പോയതും അവിടെ ഭയങ്കരമായിട്ട് കാറ്റും ഇടിമിന്നലും ഒക്കെ വീശാണ്. അപ്പൊ ഇങ്ങനെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ജനാലകളുടെ അടിയും ഒക്കെ അവിടെ വരികയാണ്. അപ്പോൾ തുണി ഉണ്ടല്ലോ, മറ്റേ കർട്ടൻ, പണ്ട് ഈ സാരിയൊക്കെയാണ് കർട്ടനെ പോലെ അങ്ങനെയൊക്കെ തയ്ച്ചൊക്കെ ഇടുന്ന പരിപാടി. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറക്കുന്നു. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ലോക്ക് ചെയ്യാണ്. അപ്പൊ ലോക്ക് ചെയ്ത് നോക്കുമ്പോണ്ട് അകത്തൊരു സ്ത്രീയുടെ രൂപം പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ ആരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് തൊടുമ്പോ തന്നെ ലക്ഷ്മി ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് പെട്ടെന്ന് പേടിക്കും എന്താ വെച്ചാൽ ഭയാനകമായിട്ടുള്ള ഒരു മുഖത്തിന്റെ രൂപമാണ് അവിടെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പഴയ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുറെ വെട്ടും കുത്തും പോലെയൊക്കെ ഒരു വെള്ള കളറിലൊക്കെ ഒരു മുഖം, അങ്ങനത്തെ ഒരു മുഖഭാവമാണ് അവിടെ കാണിക്കുന്നത്. ഇത് കണ്ടതോടുകൂടി ഇവള് പേടിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഒരു തീ കത്തുന്നു. അങ്ങനെ ആ ലേഡി വാർഡൻ മരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവള് വളരെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചെന്ന് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ കാര്യങ്ങൾ. അപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വാർഡൻ മരിച്ചു എന്നുള്ളതൊക്കെ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജോണിയുടെ അടുത്തേക്ക് ഇവള് കയറി ചെല്ലുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി കയറി എന്താ പറയുന്നത്, അറിഞ്ഞില്ലേ ജോണി, മറ്റേ വാർഡൻ മരിച്ചു, ജോണിക്ക് ആ വാർഡനെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഉള്ളത് ചോദിക്കണം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ജോണി, എനിക്ക് ആ വാർഡനെ ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളൊരു ഇതുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനാണോ ജോണി പ്രയാസം എന്നും ചോദിച്ചിട്ട് ചിരിച്ചിട്ട് ലക്ഷ്മി തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ചും കൂടി കാലം മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഇവളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് കല ഒരിക്കല് ജയനോട് പറയുന്നുണ്ട്, ഇവളുടെ സ്വഭാവത്തിന് നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പൊ ഇതിനിടയിൽ പ്രേം നസീർ വീണ്ടും അവിടെ വരുന്നു. നീ എന്തുകൊണ്ടാണ് എന്നെ വന്നിട്ട് കാണാതെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രേം നസീർ വേണ്ടല്ല, ഞാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇനി ഉപദ്രവിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ ഒരു ദിവസം വൈകുന്നേരം കലയുടെ അടുത്ത് നമ്മുടെ പ്രേം നസീർ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ കല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ജോണിയുടെ വണ്ടിയിൽ തന്നെയാണ് ഇവള് വന്നിറങ്ങുന്നത്. പക്ഷെ ജോണി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ ഒരു സീനിന് മുമ്പ് അതായത് കല ലക്ഷ്മി തമ്മിലുള്ള ഒരു വർത്തമാനം ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കല പറയുന്നുണ്ട്, എടി പെണ്ണെ, അപ്പൊ പ്രണയത്തിനെ പറ്റിയൊക്കെയാണ് സംസാരം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, അതായത് ലിസ കയറിയിട്ടുള്ള ലക്ഷ്മി പറയാണ്, പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ കല പറഞ്ഞ പോടി മണ്ടിപ്പെണ്ണെ, കാരണം അങ്ങനെയൊന്നും ഈ ലോകത്തിൽ ആരും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൗവനം ആരെങ്കിലും നശിപ്പിക്കുമോ, അവര് വേറെ വിവാഹം കഴിക്കും, അതിൽ സംശയിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ലക്ഷ്മിക്ക് ഇങ്ങനെ ആകെ ഒരു ടെൻഷന്റെ മൈൻഡിലൊക്കെ കയറുന്നു. അപ്പൊ ഇങ്ങനെ ലക്ഷ്മി ജോണിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ജോണിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ജോണിയുടെ മനസ്സിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ലക്ഷ്മി, അതായത് ലിസ ചോദിക്കണം. അപ്പോ കുറെ കഴിയുമ്പോൾ ജോണി തന്റെ മനസ്സ് തുറക്കണം. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, എന്റെ ലിസ. എന്റെ സന്തോഷമൊക്കെ അവൾ പോയതോടുകൂടി എന്നേക്കുമായിട്ട് എന്നെ വിട്ടുപോയി. എന്റെ മനസ്സിൽ ഇനി വേറൊരാൾക്കും സ്ഥാനമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇവളാകെ കരഞ്ഞിട്ട് ഇതാവുന്നു. ഇനി മുതൽ നീ എന്നെ ഇവിടെ അന്വേഷിച്ച് വരരുത് എന്ന് പറയുന്ന രംഗമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതും ഒരു ചെറിയൊരു ഇതൊക്കെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ജോണി അവിടെ ലിസേനെ കൊണ്ടാക്കുന്നു. അത് പ്രേം നസീർ കാണണം. പ്രേം നസീർ കാണുന്ന സമയത്ത് പെട്ടെന്ന് ജോണിയുടെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കര ആക്ഷൻ, ഇനി മേലൊക്കെ നീ നല്ല വീട്ടുകാരിൽ പറഞ്ഞ പെൺപിള്ളേരെ പളയ്ക്കാൻ വേണ്ടി നടക്കരുത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ജോണിയായിട്ടുള്ള ഒരു ചെറിയൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഇവള് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ വരുന്നു. ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ വരുമ്പോൾ ജോസ് പ്രകാശിനെ ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നൊരു രംഗമുണ്ട്. അതിഗംഭീര നോട്ടാണത്. അത് കാണുമ്പോൾ തന്നെ ജോസ് പ്രകാശ് ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കും. അപ്പൊ ഇങ്ങനെ സോമനോട് ജോസ് പ്രകാശിന്റെ എങ്ങനെ നിനക്ക് മാത്രം എവിടുന്ന് കിട്ടണു ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കുട്ടികളൊക്കെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ബിസിനസിന്റെ കാര്യമാണ് സോമൻ അവിടെ വെക്കുന്നത്. അപ്പൊ ഞാൻ ബാംഗ്ലൂര് ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ ഇതേപോലെ വിട്ടു തരണേ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പറയുന്നു. ഓ ഷുവർ എന്നും പറയുന്നു. പിന്നെ അങ്ങനെ ജോസ് പ്രകാശ് നേരെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ആ ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഓഫീസിലേക്ക് വിളിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്മിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പൊ ലക്ഷ്മി ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, അതിനെന്താ നമുക്ക് കാണാലോ, എപ്പോഴാ വരണം? അപ്പൊ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണാം എന്നുള്ള പറഞ്ഞു, ബീച്ചിൽ വെച്ച് കാണാം. ഓ ആയിക്കോട്ടെ എന്ന് പറയുന്നു.
അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ലക്ഷ്മി ബീച്ചിൽ വന്നിരിക്കുമ്പോൾ നല്ല അന്നത്തെ വില കൂടിയ കാറിൽ നമ്മുടെ ജോസ് പ്രകാശ് അവിടെ വന്ന് ലക്ഷ്മിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഹോട്ടലിലേക്ക് ഒന്ന് പോയാലോ എന്നുള്ളത് പിന്നെന്താ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ആ അതിഗംഭീരമായിട്ടുള്ള റൂമും ഇതൊക്കെ കാണുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ കട്ടിലേക്ക് ചാടുന്നു മറിയുന്നു ഒക്കെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇവളെ ഏകദേശം വഴങ്ങി എന്നാണ് ജോസ് പ്രകാശ് വിചാരിക്കുന്നത്. ജോസ് പ്രകാശ് ലക്ഷ്മിയോട് പറയാണ്, വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. തീർച്ചയായിട്ടും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കുളിമുറിയിലേക്ക് കയറി പോകണം. ആ സമയത്ത് ജോസ് പ്രകാശിന്റെ ഡ്രസ്സൊക്കെ മാറ്റി മറ്റേ ഇതുണ്ടല്ലോ വലിയ ടവല് പോലെ ചുറ്റിയിട്ട് ബാത്റൂമിനകത്തേക്ക് കയറുകയാണ്. ബാത്റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ബാത്ത് ടബിൽ കംപ്ലീറ്റ് പത, ഒരാളുടെ ശരീരത്തിൽ മൊത്തം കംപ്ലീറ്റ് പത ഇങ്ങനെ മൂടി കിടക്കണം, മുഖമൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് ഇങ്ങനെ വന്നിട്ട് ഈ മുട്ടിന്റെ താഴെ ഇങ്ങനെ തലോടി ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ നേരത്തെ പറഞ്ഞില്ലേ ആ വാർഡൻ മരിക്കാണ്ടായ സാഹചര്യം, ആ കാലത്തെ ഫേസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് ജോസ് പ്രകാശ് പേടിക്കാണ്. വേറെ ചോദ്യം ഉത്തരം പറച്ചിലൊന്നുമില്ല. ജോസ് പ്രകാശ് അത് കണ്ടിട്ട് പേടിച്ചിട്ട് നേരെ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ജോസ് പ്രകാശിന്റെ തല നമ്മുടെ ബാത്റൂമിന്റെ വാതിലിന്റെ ഇടയിലേക്ക് ആ ഗ്യാപ്പിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് നിൽക്കണം. അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. തല കഴുത്ത് മാത്രം അവിടെ കുടുങ്ങി. എന്നിട്ട് ആ വാതിൽ അങ്ങനെ പ്രസ് ചെയ്തിട്ട് അവനെ കൊല്ലുകയാണ്. പിന്നെ ജയൻ അവിടെ വരികയാണ്. പോലീസുകാരായിട്ട് ജയൻ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവിടെ വരികയാണ്. കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ക്യാമറ ഇരിക്കുന്നത് കാണാം. അപ്പൊ അതിനു മുമ്പ് ഇവര് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അപ്പൊ ആ ക്യാമറ എടുത്ത് നോക്കിയ സമയത്ത് ലക്ഷ്മിയുടെ ഫോട്ടോ അവിടെ കാണുന്നുണ്ട്. അപ്പൊ കലയുടെ അടുത്ത് പറയണ ലക്ഷ്മിനെ മിക്കവാറും അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന്. അപ്പൊ കല പറഞ്ഞത് അതിന് ലക്ഷ്മി ഇവിടുന്ന് പോയിട്ടില്ലല്ലോ, അതെങ്ങനെ ശരിയാവും എന്നുള്ള വർത്താനം പറയുന്നത്. അപ്പൊ കല പറയാണ് ലക്ഷ്മിയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ലിസയുടെ ഒരു ചെറിയൊരു ഇതൊക്കെ പോലെ തോന്നുന്നുണ്ട്, അങ്ങനെ എങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോ ജയൻ പറയുന്നുണ്ട്, ഇത്രയും ഫൂളിഷ്നെസ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ നിർത്തണം, ഇതിനൊന്നും ആധികാരികതകളില്ല. ഇപ്പൊ അവിടെ നിയമപരമായിട്ട് അവൾ അവിടെ പോയതിന് തെളിവാണുള്ളത്. അപ്പോൾ നമുക്ക് അവളെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഹോസ്റ്റലിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കണം. അപ്പോൾ ലിസ അങ്ങനെ ആകെ വയലന്റ് ആയിട്ടാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ജയൻ അങ്ങോട്ട് വരണം. അപ്പൊ ഡോക്ടർ സിറിഞ്ച് വെച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താ ഈ കുട്ടിയുടെ അസുഖം എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഡോക്ടറുടെ കഴുത്തിന് കയറിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ജയൻ അവിടെ വരുന്നു. ജയൻ വന്നിട്ട് ഡോക്ടറെ മാറ്റുന്നു. അപ്പൊ ജയനും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു മൽപ്പിടുത്തം. ആ മൽപ്പിടുത്തത്തിൽ ജയന്റെ കഴുത്തിൽ ഇങ്ങനെ ശരിക്കും കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ ജയൻ വരുന്നുണ്ട് ആ ഒരു മൽപ്പിടുത്തത്തിൽ. പക്ഷെ എങ്ങനെയോ ജയൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. അതായത് രക്ഷപ്പെടാനുള്ള കാരണം ജയന്റെ ഇതിൽ അങ്ങനെ ഒരു കുരിശുമാലയുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴും ആ സമയത്ത് പള്ളിയിലത്തെ മണിനാഥം കേട്ടപ്പോഴോടുകൂടി പെട്ടെന്ന് മാറുകയാണ്. അപ്പൊ അപ്പോഴാണ് ജയനും കുറെ കാര്യം ഇതെന്താ മനസ്സിലാവണില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ ഇവളുടെ അസുഖം എന്താണെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവണില്ല. എന്തായാലും ചികിത്സിക്കാൻ വേണ്ടി എന്തായാലും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് അവരുടെ ക്ഷേത്രത്തിലൊരു പൂജാരി ഉണ്ട്. അപ്പൊ പൂജാരി നേരത്തെ പറഞ്ഞല്ലോ മുട്ടിറക്കിയപ്പോ ലക്ഷണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂജാരിയോട് ഇവളുടെ അച്ഛൻ വന്ന് പറയാണ്, ഒന്ന് അങ്ങൊന്ന് വന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല, വേറൊരു ഇല്ലത്തെ ഒരു നമ്പൂതിരിപ്പാടിന്റെ പേര് പറയുന്നുണ്ട്, അദ്ദേഹത്തിനെ വിളിക്കാൻ പറയുന്നു. ശരി എന്നാ അദ്ദേഹത്തിനെ വിളിക്കാന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം വരുന്നു. അതായത് ഒരു ഭയങ്കര ഭോഷ്കൊന്നും കാണിക്കുന്നില്ല. അതായത് വലിയ ചുവന്ന മുണ്ടും വലിയ കുറിയും ചുവന്ന വലിയ പൊട്ടും അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്പൂതിരിമാര്, അതായത് ഈ അമ്പലത്തിലൊക്കെ പൂജ കഴിക്കാൻ പോകുന്ന തന്ത്രിമാരെയൊക്കെ കണ്ടില്ല, അവരെ പോലെ സാധാരണ അവരുടേതായിട്ടുള്ള വസ്ത്രം കൊടുത്ത്, അതായത് തട്ടുടുത്ത് ഒരു സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ നടന്നു വരുമ്പോ ആ ഗേറ്റ് അദ്ദേഹത്തിന്റെ ഉമ്മറത്ത് കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. ആ അടയ്ക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, തുറക്കുന്നു. അപ്പൊ അവിടെ ഒരു തല പോയ ഒരു തെങ്ങ് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം നടന്ന് എവിടെയാ കിടക്കണേന്നുള്ളതൊക്കെ നോക്കണം. അപ്പൊ ഇങ്ങനെ രണ്ട് കൈയും കാലും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ചോദിക്കുകയാണ്, ആരാ? അപ്പൊ എന്താ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചല്ലോ. ഇല്ല, അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചാരാ, എന്നാ മനസ്സിലാക്കണ്ട എന്നുള്ള രീതിയിൽ പറയണോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, വാശി വേണ്ട, പറയിപ്പിക്കണോ, അതിന് കഴിയുന്നുണ്ടെങ്കിൽ നോക്കിക്കോ എന്നുള്ള രീതിയിൽ ലിസ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം പിന്നെ കുറെ ജപങ്ങളൊക്കെ നടത്തി കുറച്ച് ഭസ്മം ഇടുന്നു. അപ്പോ
കുറെ വെറ്റിലയുടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ആ വെറ്റിലൊക്കെ കീറുന്നു. ഇവൾക്ക് ഇങ്ങനെ പൊളയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിലൊന്നും നടക്കണില്ല എന്ന് കണ്ടുമ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഇതൊക്കെ വരുന്നു, ഒരു അട്ടഹാസം പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കടന്ന് കറങ്ങുക, മറ്റേ കട്ടില് കടന്ന് കറങ്ങുന്ന കലാപരിപാടികൾ ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്, കയറ് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കയറൊക്കെ പൊട്ടിച്ചിട്ട് ഇവളിങ്ങനെ എണീക്കുമ്പോഴത്തേക്കും താഴത്ത് പൂജയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരുന്നോളൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വന്ന് എന്താ പറയണില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇല്ല പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ ഭക്ഷണത്തിന് കുറെ പൊടിയൊക്കെ ഇടുന്നുണ്ട്, ഹോമദ്രവ്യങ്ങളിലൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. അപ്പൊ അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മറ്റേ കത്തി എടുത്തിട്ട് കുറച്ച് മന്ത്രജപങ്ങളൊക്കെ നടത്തി ചോര കൈ മുറിച്ചിട്ട് ആ ചോര അവളുടെ നെറ്റിയിലേക്ക് തൊടും. ആ നെറ്റിയിലേക്ക് തൊടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുള്ളിയാകെ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പറയാമെന്ന് പറയുന്നു. എന്നാ ശരി, എന്നിട്ട് അപ്പൊ വീണ്ടും പുള്ളി കൂളായി. എന്നാ പറയൂ ആരാ? അവർ ഞാൻ ലിസ എന്ന് പറയുമ്പോൾ മറ്റേ കലയും എല്ലാവരും ഒന്നും ഇങ്ങനെ ഞെട്ടും. എന്താപ്പോ ഈ ശരീരത്തിൽ ഇങ്ങനെ വന്നിരിക്കണേന്ന് ചോദിക്കുമ്പോ പറയും അപ്പോൾ അവളുടെ ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് നമ്മുടെ ആദ്യത്തെ വാർഡനെ കാണിക്കില്ലേ, അവിടെ ജോലിക്ക് തന്നെ വന്ന ഒരു കുട്ടിയാണ് ലിസയും കലയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഈ ജോലി സ്ഥലത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ജോസ് പ്രകാശ് അവിടെ വരുമ്പോളെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലിസ ഞാൻ ഇന്ന സ്ഥലത്താന്ന് പറയുമ്പോൾ അവിടുത്തെ വാർഡനും ഇയാളും തമ്മിൽ നല്ല കണക്ഷനാണ്. അപ്പോൾ പുള്ളി അവളെ വിളിച്ചിട്ട് പറയും ഇവളെ റൂമിലേക്ക് എത്തിക്കണം എന്നുള്ളത് പറയുന്നത്. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ലിസേനെയും കൊണ്ട് ഈ ലേഡി വാർഡനാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ വസ്ത്രത്തിലേക്ക് കുറച്ച് ഭക്ഷണം പോകുന്നു. വേണ്ട, എനിക്കിവിടെ റൂമുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ജോസ് പ്രകാശ് പറയുന്നുണ്ട്. അങ്ങനെ ജോസ് പ്രകാശിന്റെ റൂമിലേക്ക് ഇവളെ എത്തിച്ചപ്പോൾ തന്നെ വാർഡൻ പറഞ്ഞു ഞാൻ പൊക്കോട്ടെ, എനിക്ക് ഇത്തിരി പണികളുണ്ട് തന്നെ, വാർഡന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ലിസ വന്നിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജോസ് പ്രകാശും ഒരു പിടിയും വലിയൊക്കെ ആവുന്നു. അവിടെ ലിസ താഴ്ത്തു വീണ് മരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ലിസ കൊന്നു. അപ്പോ ഈ തിരുമേനി നമ്പൂരി ചോദിക്കുകയാണ് നീ വന്ന ഉദ്ദേശമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഈ ശരീരത്തിനെ ഫ്രീ ആക്കണം എന്നുള്ളത് പറയുന്നു. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ല, അത് ചെയ്തേ പറ്റൂ, നിനക്ക് മുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വഴിപാടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ പള്ളിയിൽ ചെയ്തോളാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ വേണ്ട രീതിയിൽ ചെയ്യാം, എന്താ പോരെ, ഇപ്പൊ സത്യം ചെയ്യണം എന്ന് പറയും. അപ്പോ ലിസ പറയും ശരി ഞാൻ സത്യം ചെയ്യാമെന്ന് പറയും. അപ്പൊ അല്ല നീ പോയിന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാവുമായിരിക്കും? മനസ്സിലാക്കാനോ, ഞാൻ കാണിച്ചു തരാം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ശരി എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കലയുടെ മുഖത്ത് നോക്കിയിട്ട് ലിസ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. ആ ഹായ് എന്നുള്ള കാണിക്കുന്നത് നമുക്ക്, അതായത് അവളുടെ ആ കുട്ടിത്തം മാറാത്ത അവളുടെ ആ ഒരു നമ്മുടെ നല്ല ഫ്രഷ് എല്ലാവരോടും അടിച്ചുപൊളി ഇതുള്ള രീതിയിൽ തന്നെ ഹായ് എന്നുള്ള രീതി കാണിക്കും. പക്ഷെ അതൊരു ഭയങ്കര ഫീലിംഗ് ആണ് ആ സമയത്ത് ആ കാണിക്കുമ്പോൾ. പ്രേതം പോകുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. അത് കണ്ടിട്ട് കലയ്ക്ക് ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുന്ന ജയനുണ്ട്, പ്രേംനസീറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവള് പോവാന്ന് പറഞ്ഞപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തലയിലാണ്ട് നിൽക്കുന്ന ഒരു ഇതില്ലേ നമ്മുടെ തെങ്ങ്, ആ തെങ്ങ് ഇങ്ങോട്ട് ഒടിഞ്ഞു വീഴുകയാണ്. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ കഥാപാത്രം ജോണി ബൈക്കിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ജോണിയുടെ തൊട്ട് പുറകിൽ ലിസ വന്നിരിക്കുന്നു. അപ്പൊ ജോണി എന്ന് വിളിക്കുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് ഇങ്ങനെ എന്റെ ലിസ എന്റെ പുറകിലുണ്ട് എന്നുള്ള ധാരണ. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിലും ബൈക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരത്തിന്റെ അവിടെയും ഒക്കെ ലിസ വന്ന് നിൽക്കണോ എന്നെ വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അതായത് അത്രയും ഇഷ്ടമാണ് ജോണിക്ക് ലിസയും, ലിസയ്ക്ക് ജോണിയും എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള പ്രണയമാണ്. അപ്പൊ അങ്ങനെ ജോണി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അവിടെ വെച്ചിട്ട് അത് മറിഞ്ഞു വീഴാൻ, അതായത് ജോണി മരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ആ പടം അവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഉള്ള ഒരു ഹൊററല്ല, അന്ന് വരെയുള്ള ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് ലിസ. എനിവേ എനിക്ക് അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ലിസ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബറും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.